അന്താരാഷ്ട്ര വിനോദസഞ്ചാര മേഖലയിൽ ഇന്ന് യാത്രികർ അന്വേഷിക്കുന്നത് കേവലം താമസിക്കാനുള്ള ഒരിടം മാത്രമല്ല, മറിച്ച് അവിസ്മരണീയമായ അനുഭവങ്ങളാണ്. പരമ്പരാഗത ഹോട്ടലുകളുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങാതെ യാത്രികർക്ക് വ്യത്യസ്തവും വിസ്മയകരവുമായ അനുഭവങ്ങൾ നൽകുന്നതായി ലോകമെമ്പാടും അസാധാരണമായ ആശയങ്ങളുള്ള നിരവധി ഹോട്ടലുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് 5 ഹോട്ടൽ ആശയങ്ങളാണ്. ഈ ഹോട്ടലുകൾ അവയുടെ രൂപകൽപ്പന, ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ അവ ഉയർത്തുന്ന ധാർമ്മിക ചോദ്യങ്ങൾ എന്നിവയാൽ ശ്രദ്ധേയവുമാണ്. ഒന്നാമത്തേത് ടോയ്ലറ്റ് ഹോട്ടലാണ്. ടോയ്ലറ്റ് ഹോട്ടലുകൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചിരി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ആശയം വളരെ കൗതുകമുണർത്തുന്നതാണ്. പ്രധാനമായും തമാശയും നവീകരണവും ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ഹോട്ടലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജപ്പാനിലാണ് ഇത്തരം ആശയങ്ങൾ കൂടുതലും കാണാറുള്ളത്. കാരണം അവിടുത്തെ ശുചിത്വത്തെക്കുറിച്ചുള്ള ധാരണകളും സാങ്കേതിക വിദ്യകളും വളരെ വികസിതമാണ്. ടോക്കിയോ പോലുള്ള നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ഹോട്ടലുകളിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ മുറികളുടെ രൂപകൽപ്പനയിൽ ഒരു പ്രധാന ഘടകമായി ഉപയോഗിക്കുന്നുമുണ്ട്. ഈ ഹോട്ടലുകളിൽ ടോയ്ലറ്റ് സീറ്റുകൾ കസേരകളായോ ചെറിയ മേശകളായോ മാറ്റിയിരിക്കുന്നു. ബാത്ത് ടബുകൾ ടോയ്ലറ്റ് പാത്രങ്ങളുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. മുറികളിലെ ഭിത്തികളിലും നിലത്തും ശുചിമുറികളിൽ സാധാരണ കാണാറുള്ള ടൈലുകളാണ് പതിച്ചിരിക്കുന്നത്. ഹോട്ടലിന്റെ പ്രധാന ആകർഷണം ഓരോ മുറിയിലും സ്ഥാപിച്ചിരിക്കുന്ന ടോയ്ലറ്റ് തീമിലുള്ള കിടക്കകളാണ്. കൂടാതെ ടോയ്ലറ്റ് പേപ്പറുകൾ ടവലുകളായി ഉപയോഗിക്കാനുള്ള അവസരവും ഇവിടെയുണ്ട്. ഈ ഹോട്ടലിലെ ഓരോ ഘടകവും യാത്രികരിൽ കൗതുകവും ചിരിയും ഉണർത്തുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാൻ പറ്റിയ രസകരമായ ചിത്രങ്ങൾ എടുക്കാനും സുഹൃത്തുക്കളുമായി തമാശകൾ പങ്കുവയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഈ ഹോട്ടലിന്റെ പ്രധാന ലക്ഷ്യം ഒരു സാധാരണ ഹോട്ടലിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമായ ഒരു അനുഭവം നൽകുക എന്നതാണ്. രണ്ടാമത്തെ ഹോട്ടൽ എന്നത് ജയിൽ ഹോട്ടലാണ്. പഴയ ജയിലുകളെ ആഡംബര ഹോട്ടലുകളായി മാറ്റുന്ന ഒരു പ്രവണത സമീപകാലത്ത് വളരെ പ്രചാരം നേടിയിട്ടുണ്ട്. ചരിത്രപരമായ കെട്ടിടങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം യാത്രികർക്ക് ഒരു പുതിയ അനുഭവം നൽകാനും ഇത്തരം ഹോട്ടലുകൾക്ക് കഴിയുന്നു. ഈ ഹോട്ടലുകളിൽ തടവറയുടെ തണുപ്പും ഏകാന്തതയും അനുഭവിക്കാൻ സാധിക്കുമ്പോൾ തന്നെ ആധുനിക ഹോട്ടലുകളുടെ എല്ലാ ആഡംബര സൗകര്യങ്ങളും ലഭ്യമാണ്. അമേരിക്കയിലെ ബോസ്റ്റണിലുള്ള ദി ലിബർട്ടി ഹോട്ടൽ, ജർമ്മനിയിലെ അൽക്കാട്രോസ് ഹോട്ടൽ എന്നിവ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഈ ഹോട്ടലുകളിലെ മുറികൾ പഴയ ജയിൽ മുറികളോടാണ് സാമ്യമുള്ളത്. ഇരുമ്പ് കമ്പികളുള്ള വാതിലുകൾ, ചെറിയ ജനലുകൾ, കട്ടിയുള്ള ഭിത്തികൾ എന്നിവയെല്ലാം ഈ യഥാർത്ഥ തടവറയുടെ പ്രതീതി നൽകുന്നു. ചില ഹോട്ടലുകളിൽ താമസക്കാർക്ക് ജയിൽ യൂണിഫോം ധരിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം പോലും ലഭിക്കാറുണ്ട്. എന്നാൽ ഈ കടുത്ത അന്തരീക്ഷം ആധുനിക സൗകര്യങ്ങളുമായി ചേരുമ്പോൾ യാത്രികർക്ക് ഒരു പ്രത്യേക അനുഭവമാണ് നൽകുന്നത്. ആഡംബരമായിട്ടുള്ള കട്ടിലുകൾ, എയർ കണ്ടീഷനിങ്, വലിയ TV, സൗജന്യ വൈഫൈ, സ്പാ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. മുൻപ് ജയിലിലായിരുന്ന സ്ഥലത്തെ ചരിത്രത്തെക്കുറിച്ച് അറിയാനും അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ചിന്തിക്കാനും ഇത് യാത്രക്കാരെ പ്രേരിപ്പിക്കുന്നു. തടവറയുടെ കടുത്ത അന്തരീക്ഷത്തിൽ ആഡംബരം ആസ്വദിക്കുന്നത് ഒരു വൈരുദ്ധ്യമായ അനുഭവം കൂടിയാണ്. മൂന്നാമത്തെ ഹോട്ടൽ എന്ന് പറയുന്നത് കടലിനടിയിലെ ഹോട്ടലാണ്. കടലിനടിയിൽ താമസിക്കുക എന്നത് പലരുടെയും ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ആഡംബര ഹോട്ടലുകൾ ഇന്ന് ലോകത്ത് പലയിടത്തുമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് മാലിദ്വീപിലെ കോൺറാഡ് രംഗലി ദ്വീപിലുള്ള മുറാക്ക എന്ന ഹോട്ടൽ. ഇത് ലോകത്തിലെ ആദ്യത്തെ കടലിനടിയിലുള്ള വില്ലകളിൽ ഒന്നാണ്. ഈ ഹോട്ടലുകൾ ആധുനിക എഞ്ചിനീയറിംഗ് വിദ്യകളുടെയും വാസ്തുവിദ്യയുടെയും ഒരു ഉദാഹരണമാണ്. ഈ ഹോട്ടലിന്റെ പ്രധാന ഭാഗം കടലിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിടപ്പുമുറി, ഡൈനിങ് ഏരിയ, ലിവിംഗ് റൂം എന്നിവയെല്ലാം സുതാര്യമായ അക്രിലിക് ചില്ല് ഭിത്തികളിലുള്ള ഒരു വലിയ അണ്ടർ വാട്ടർ ട്യൂബിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മുറിയിൽ നിന്ന് നോക്കിയാൽ പുറത്ത് നീന്തി കളിക്കുന്ന വർണ്ണഭമായ മത്സ്യങ്ങൾ, സ്രാവുകൾ, മനോഹരമായ പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം കാണാൻ സാധിക്കും. കടലിന്റെ ആഴങ്ങളിൽ താമസിക്കുന്നതിന്റെ അനുഭവം ശാന്തവും അതേസമയം വിസ്മയകരവുമാണ്. രാവിലെ ഉറക്കമുണരുമ്പോൾ കടലിന്റെ കാഴ്ചകളും രാത്രിയിൽ കടൽ ജീവികൾ നീന്തി തുടിക്കുന്നതും കാണുന്നത് മറക്കാനാവാത്ത അനുഭവമാണ്. ഈ ഹോട്ടലുകൾ പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ നിർമ്മിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. കാരണം കടലിനടിയിലുള്ള ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതും അനിവാര്യമാണ്. ഉയർന്ന വിലയുള്ളതും ആഡംബരപൂർണവുമായ ഒരു യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ ഹോട്ടൽ ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. നാലാമത്തെ ഹോട്ടൽ എന്നത് നഗ്നത ഹോട്ടലാണ്. നഗ്നത ഹോട്ടൽ എന്നത് വളരെ അപൂർവമായ ഒരു ആശയമാണ്. നഗ്നത വിനോദസഞ്ചാരം എന്നറിയപ്പെടുന്ന ഈ പ്രവണത യൂറോപ്പിലെയും കരീബിയൻ രാജ്യങ്ങളിലെയും ചില റിസോർട്ടുകളിൽ വളരെ പ്രചാരത്തിലുമുണ്ട്. ഈ ഹോട്ടലുകളിൽ വസ്ത്രങ്ങൾ ധരിക്കാതെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും അവസരം നൽകുന്നു. ശരീരത്തെക്കുറിച്ചുള്ള ലജ്ജയില്ലാതെ സ്വതന്ത്രമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ് ഇത് ആകർഷിക്കുന്നത്. ഈ ഹോട്ടലുകൾക്ക് വ്യക്തമായ നിയമങ്ങളുമുണ്ട്. ഇതൊരു ലൈംഗിക വിനോദത്തിനുള്ള സ്ഥലമല്ല, മറിച്ച് ശരീരത്തെക്കുറിച്ചുള്ള നാണക്കേടുകൾ മാറ്റിവെച്ച് സ്വതന്ത്രമായി സമയം ചെലവഴിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ വരുന്ന അതിഥികൾ പരസ്പരം തുറച്ചു നോക്കുകയോ ചിത്രങ്ങൾ എടുക്കുകയോ ചെയ്യാൻ പാടില്ല. എല്ലാ അതിഥികളും പരസ്പരം ബഹുമാനത്തോടെ പെരുമാറണമെന്ന നിയമവുമുണ്ട്.
പൊതുവെ തുറന്ന മനസ്സുള്ളവരും ശരീരത്തെ പോസിറ്റീവായി കാണുന്നവരുമാണ് ഇവിടെ എത്താറുള്ളത്. വസ്ത്രങ്ങൾ ധരിക്കേണ്ട ചില സ്ഥലങ്ങളും ഈ ഹോട്ടലുകളിൽ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് ഡൈനിങ് റൂമുകളിൽ. ഈ ഹോട്ടലുകൾ മനുഷ്യരെ അവരുടെ പ്രകൃതിദത്തമായ അവസ്ഥയിൽ അംഗീകരിക്കാനുള്ള ഒരു വേദി ഒരുക്കുന്നു. അഞ്ചാമത്തെ ഹോട്ടൽ എന്നത് ന്യോതായ്മോറി ഹോട്ടലാണ്. ന്യോതായ്മോറി എന്നത് വളരെ വിവാദപരവും അതേസമയം കൗതുകകരവുമായ ഒരു ജാപ്പനീസ് ഭക്ഷണ രീതിയാണ്. ശരീരത്തിൽ വിളമ്പുന്ന രീതി എന്നർത്ഥം വരുന്ന ഈ രീതിയിൽ പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ ശരീരത്തിൽ ഭക്ഷണം, പ്രത്യേകിച്ചും സുഷി വെച്ച് അതിഥികൾക്ക് നൽകുന്നു. വളരെ അപൂർവമായ റെസ്റ്റോറൻറ്റുകൾ മാത്രമാണ് ഇത്തരം സേവനങ്ങൾ നൽകുന്നത്. ഈ രീതിക്ക് ആഗോളതലത്തിൽ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഭക്ഷണ രീതി പിന്തുടരുന്നവർ ഇതിനെ ഒരു കലയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് മോഡലിന്റെ ശരീരം നന്നായി വൃത്തിയാക്കുകയും ഭക്ഷണം നേരിട്ട് ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് ഫിലിം ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. മോഡൽ അനങ്ങാതെ കിടക്കുകയും അതിഥികൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഭക്ഷണം എടുക്കുകയും ചെയ്യുന്നു. ഇതൊരു ലൈംഗിക പ്രവൃത്തിയല്ലെന്നും മോഡലിനെ ഒരു കലാസൃഷ്ടിയായി കാണണമെന്നും ഇതിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. എന്നാൽ ഇതിനെ എതിർക്കുന്നവർ ഇതിനെ സ്ത്രീകളെ ഒരു വസ്തുവായി കാണുന്നതിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഭക്ഷണം വിളമ്പുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും ഇത് ധാർമ്മികമായി ശരിയല്ലെന്നും അവർ വാദിക്കുന്നു. ഈ വിവാദങ്ങൾ കാരണം ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഈ രീതി നിരോധിച്ചിട്ടുണ്ട്. ഈ 5 ഹോട്ടലുകളും വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ യാത്രികർക്ക് വേറിട്ട അനുഭവം നൽകുന്നവയാണ്. ഓരോന്നും അവരവരുടെ ലക്ഷ്യങ്ങൾ അനുസരിച്ച് വിജയകരമാക്കുകയും യാത്രാ വിപണിക്ക് പുതിയ വഴികൾ തുറന്നു നൽകുകയും ചെയ്യുന്നു. അതേസമയം ഇവയിൽ ചിലത്, പ്രത്യേകിച്ചും ന്യോതായ്മോറി പോലുള്ളവ, സമൂഹത്തിൽ ധാർമ്മികമായ ചർച്ചകൾക്ക് ഇപ്പോഴും വഴിതെളിക്കുന്നുണ്ട്.